എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ജപ്പാനിൽ കൂടെ ഈയിടെ പോയപ്പോഴാണ് ഞാനത് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ടൂറിസ്റ്റുകൾ വരുന്ന ബഹുഭൂരിഷ സ്ഥലത്തും അവർക്ക് വേസ്റ്റ് ബിന്നുകളില്ല. പക്ഷെ അവിടെയൊന്നും വേസ്റ്റ് കിടക്കുന്നില്ല. അത് ടൂറിസ്റ്റുകളുടെ ഒരു മര്യാദ കൊണ്ട്, ഇന്ത്യക്കാരെങ്ങാനും കൊണ്ടുപോയി വൃത്തികെട്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ആരും അവിടെ കൊണ്ടുപോയി വെറുതെ ഇടില്ല. വേസ്റ്റ് ബിൻ കണ്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവരുടെ പോക്കറ്റിലിടും അത്. അങ്ങനെയാണ് ഒരു സിസ്റ്റം. ജപ്പാനിലെ സിസ്റ്റം അതാണ്. നിങ്ങൾ ടൂറിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പിയോ വെള്ളമോ വെള്ളക്കുപ്പിയോ പ്ലാസ്റ്റിക് കൂടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുക. നിങ്ങളുടെ ഹോട്ടലിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ഈ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും മാത്രമേ അവർ വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂ. അത് സോർട്ട് ചെയ്ത്. പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ പൊതുവേ കാണില്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഈയിടെ നമ്മളൊരു ഗൈഡിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലേസുകളിൽ, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വേസ്റ്റ് ഇടുന്ന ബിന്നുകളില്ലാത്തത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യില്ല. ഇപ്പം മൂന്നാറിലേക്ക് പോകുന്നവൻ ആ വേസ്റ്റ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ മതി നിയമം. ഇത് നിയമം ഉണ്ടാക്കുകയല്ല വേണ്ടേ. നമ്മൾ കുട്ടികളെ ബാല്യം മുതൽ പഠിപ്പിച്ചാൽ ഇതൊക്കെ ശീലമാവും. നമ്മൾ മതം പഠിപ്പിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഈ സാമൂഹ്യ ബോധം കുട്ടികളെ പഠിപ്പിച്ചാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ലാതായിപ്പോവും.